മലയാളം സിനിമയിൽ ഒരുപാട് പേർ റിവ്യൂ പറയാറുണ്ട്. ഈ റിവ്യൂ തരംഗം കേരളത്തിൽ വന്നത് സന്തോഷ് വർക്കി എന്ന ഒരു വ്യക്തി റിവ്യൂ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ്, എറണാകുളത്തെ വനിതാ തിയേറ്ററിന് മുമ്പിൽ വെച്ചിട്ട്. അതുവരെയും പലവരും റിവ്യൂ ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അത് ഇത്രമാത്രം പ്രചാരത്തിൽ ആയിരുന്നില്ല. സന്തോഷ് വർക്കി ആണ് അതിൻ്റെ തിരി കൊളുത്തിയത് കേരളത്തിൽ. സന്തോഷ് വർക്കി ഒരു സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആറാട്ടുകണ്ണൻ എന്ന പേര് വീണിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിനെ ആറാട്ടുകണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നടിമാരെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു സിനിമ റിലീസായാലും അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. അധികം നെഗറ്റീവ് റിവ്യൂസാണ് പറയുന്നത്, പോസിറ്റീവ് റിവ്യൂസ് അല്ല പറയുന്നത്. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയക്കാർ ചെയ്യുന്ന ആ സമവാക്യമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സിനിമാ തിയേറ്ററിലേക്ക് നടിമാരൊക്കെ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന് ഒട്ടി നിന്ന് സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്ന വ്യക്തിയാണ്. പല നടിമാരെ കാണുമ്പോൾ ഓടി വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും അവരെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമാ നടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അതേ നടിമാരെ ഒരുപാട് പൊക്കിപ്പറഞ്ഞ് അവരെ പ്രകീർത്തിച്ച് അവരുടെ ഗുണഗണനകൾ വർണ്ണിച്ച് അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ പല നടിമാർക്കും അദ്ദേഹത്തിനെ ഇഷ്ടമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അദ്ദേഹം മോഹൻലാലിനെക്കുറിച്ച് നല്ലതും കെട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് കർണാവനും പറഞ്ഞിട്ടുണ്ട്. വളരെയധികം മോശമായിട്ടുള്ള റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ്. മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തിയും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ സംസാരവും വാക്കും പ്രവൃത്തിയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിവാദപരമായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞു, നടിമാരെല്ലാം ശരീരം വിറ്റ് ജീവിക്കുന്നവരാണ് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. അത് വല്ലാണ്ട് അങ്ങ് കൊണ്ടു. നടിമാരെല്ലാം പരാതി കൊടുത്തു. പോലീസുകാർ വന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാതെ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ ഇരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുമൂലം വരുന്നതാണ്. കാരണം ഇത്ര നാളും റിവ്യൂ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ ഒരാളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആ തെറി നമുക്ക് മായ്ക്കാൻ കഴിയില്ല. ആ വ്യക്തി ക്ഷമിച്ചാലേ ആ മുറിവ് ഉണങ്ങത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം അതൊരിക്കലും ഉണങ്ങില്ല. ആ തെറി വിളിച്ചത് എന്നേക്കുമായി വിളിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോലെ രാജകൽപ്പന പോലെ ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നടിമാർ ഇങ്ങനെ ആണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം സിനിമാ മാനേജ്മെൻറ്റ് അപ്രകാരമാണ്. അതുകൊണ്ടാണ് നടിമാർ അങ്ങനെ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായ പ്രസ്താവനയാണ്.